ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. കാലം എത്ര കഴിഞ്ഞാലും കെടാത്ത ഒരു വിശ്വാസത്തിൻ്റെ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പ്രതിസന്ധികളിൽ പതറാതെ മുന്നോട്ട് പോയ ഒരു ധീരൻ്റെ കഥ, ലിദ്ദയിലെ ഗീവർഗീസ്. വെറും ഒരു വിശുദ്ധൻ എന്നതിലുപരി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ധീരതയ്ക്ക് പ്രചോദനമാകുന്ന ഒരു വ്യക്തിത്വം, വിശുദ്ധ ഗീവർഗീസ് അഥവാ ലിദ്ദയിലെ ഗീവർഗീസ്. 3-ാം നൂറ്റാണ്ടിൽ കപ്പദോച്ചിയയിൽ ജനിച്ച ആദ്യകാല ക്രിസ്തീയ രക്തസാക്ഷിയായിരുന്നു ഗീവർഗീസ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കപ്പദോച്ചിയയിലെ ഒരു കുലീന ഗ്രീക്ക് ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ സൈന്യാധിപനായിരുന്ന പിതാവ് അനസ്താസിയോസ് ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചതിനെ തുടർന്ന് മാതാവ് തിയോപിസ്തയാണ് ഗീവർഗീസിനെ ക്രിസ്തീയ രീതിയിൽ വളർത്തിയത്. ഏകദേശം 17-ാം വയസ്സിൽ ഗീവർഗീസ് റോമൻ സൈന്യത്തിൽ ചേർന്നു. കുതിരപ്പടയാളിയായി ഈജിപ്ത്, പലസ്തീൻ എന്നിവിടങ്ങളിൽ യുദ്ധങ്ങളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചു. മികച്ച സൈനികനും കുതിരയോട്ടക്കാരനുമായിരുന്ന അദ്ദേഹം അതിവേഗം സൈനിക റാങ്കുകളിൽ ഉയർന്ന് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ 1000-ലധികം സൈനികരുടെ കമാൻഡറായി തീരുകയും പിന്നീട് ചക്രവർത്തിക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറുകയും ചെയ്തു. എങ്കിലും ക്രിസ്തുമതത്തിൻ്റെ കടുത്ത ശത്രുവായിരുന്ന ഡയോക്ലീഷ്യൻ AD 303 ക്രിസ്ത്യാനികളെ വ്യാപകമായി പീഡിപ്പിക്കാൻ തുടങ്ങി. പള്ളികൾ നശിപ്പിക്കുവാനും വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കുവാനും ഉത്തരവിട്ടുകൊണ്ട് അദ്ദേഹം വിളംബരം പുറപ്പെടുവിച്ചു. അക്കാലത്ത് അലക്സാൻഡ്രിയയിലായിരുന്ന ഗീവർഗീസ് ഈ വിളംബരം അറിഞ്ഞപ്പോൾ ധീരതയോടെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുന്നിൽ തൻ്റെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയും രാജാവിൻ്റെ ക്രൂരതയെ ശാസിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി അദ്ദേഹം റോമൻ സൈന്യത്തിൽ സ്ഥാനം തന്നെ ഉപേക്ഷിച്ചു. ഇത് കേട്ട് സ്തംഭനായ ഡയോക്ലീഷ്യൻ ഗീവർഗീസിനെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗീവർഗീസ് തൻ്റെ നിലപാടിൽ ഉറച്ചുനിന്നു. തുടർന്ന് ഗീവർഗീസിനെ വാളുകളുടെ ചക്രത്തെ കീറിമുറിച്ചും നെഞ്ചിൽ ഭാരമേറിയ കട്ടകൾ വെച്ചും ശരീരം ചുണ്ണാമ്പും ഗന്ധകവും ടാറും തേച്ചും ചൂടാക്കിയ ഇരുമ്പ് ഷൂസിൽ ആണികൾ തറച്ചുമെല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം തളർന്നില്ലെന്നും അദ്ദേഹം അത്ഭുതകരമായ സുഖം പ്രാപിച്ചെന്നും പറയപ്പെടുന്നു. ഇത് കണ്ട് 2 റോമൻ സൈനിക ഉദ്യോഗസ്ഥരും 2000 സൈനികരും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യ അലക്സാണ്ട്ര രാജ്ഞി പോലും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച രക്തസാക്ഷികളായി. ഒടുവിൽ AD 303 ഏപ്രിൽ 23 സിറിയയിലെ പലസ്തീനയിൽ ലിദ്ദയിൽ വെച്ച് ഗീവർഗീസിനെ ശിരച്ഛേദം ചെയ്തു വധിച്ചു. ഇന്നും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് ഭയത്തിന്മേൽ വിശ്വാസത്തിനുള്ള വിജയമാണ്. നിങ്ങളുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകാം. നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ ലിദ്ദയിലെ ആ ധീരനായ പോരാളിയെ ഓർക്കുക. അദ്ദേഹം കാണിച്ചു തന്ന ധൈര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അഗ്നിയായി ജ്വലിക്കണം. നിങ്ങളുടെ വിശ്വാസം ഒരു വെളിച്ചമായി എന്നും നിങ്ങളെ വഴി കാട്ടട്ടെ.